അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ കയ്യിരിക്കുന്ന ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്കോ F1. ഷവോമിയുടെ പോക്കോ F1 ആണ് എൻ്റെ കയ്യിരിക്കുന്നത്. ഈ ഫോണിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നൊരു ഫോൺ തന്നെയാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഒരു ഫോണാണ് ഈ ഫോൺ. സ്റ്റിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫോൺ, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോക്കോ F1 എന്ന് ഞാൻ പറയും. നമ്മളെ പോട്ടെ സാധാരണക്കാർക്ക് ഇതായിരിക്കും ബെസ്റ്റ്. ഞാനൊരു പ്രീമിയം ഫോണിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രീമിയം ഫോൺ എൻ്റെ കയ്യിലില്ല, പ്രീമിയം ഫോൺ വാങ്ങിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. സോ ഈ ഫോണ് എനിക്ക് സ്റ്റിൽ എൻ്റെ ബെസ്റ്റ് ആണെന്ന് പറയാൻ കാര്യം, ഇത് ഏകദേശം ഇറങ്ങി 2018 എൻ്റെ വിശ്വാസം. 2018, ഞാൻ എടുക്കുന്നത് 2020 ഈ ഫോൺ. സ്റ്റിൽ ഈ ഫോണ് വർക്കിംഗ് ആണ്, പക്കയായിട്ട് വർക്കിംഗ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പെർഫോമൻസ് ലെവലത് കിട്ടുന്നില്ല. പക്ഷേ ഈ ഫോൺ സ്റ്റിൽ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ പോക്കോ F1. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ സമയത്ത് ഇറങ്ങിയ ഫ്ലാഗ്ഷിപ്പ് ബില്ലായിരുന്നു, ഒരുപാട് ഹൈപ്പ് കിട്ടിയ ഒരു ഫോണാണ്. പിന്നെ ഈ ഫോണിൻ്റെ ഒരു ഹൈപ്പ് പിന്നെ പോക്കോ F6 ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ സ്റ്റിൽ ഇരിക്കുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ, റെക്കോർഡ് ചെയ്ത ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കോ F6 ആണ്. നോർമൽ F6 ആണ്. സ്നാപ്ഡ്രാഗൺ 8s Gen 3 പ്രോസസ്സറുള്ള F6 ആണ്. പിന്നെ ഈ ഫോണിൻ്റെ പ്രോസസ്സർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്നാപ്ഡ്രാഗൺ 755 ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസ്സറാണ്. പിന്നെ ഞാൻ എൻ്റെ ചാനലിൽ പൊതുവേ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്, ഞാൻ ഡബ്ബിങ് വീഡിയോസ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ എടുത്തതാണ്. ഞാൻ ഈ ഫോണിൻ്റെ ഒരു റിവ്യൂ പറയുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ശബ്ദം മാറ്റുന്നതാണ് സുഹൃത്തുക്കളെ. പക്ഷേ ഇന്നെനിക്ക് ഈ ഫോണിനെ കുറിച്ച് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഈ ഫോണിനെ കുറിച്ചൊരു എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ ഉണ്ട്. കാര്യം ഇത്രയും വർഷമായി എൻ്റെ കയ്യിൽ, 5 വർഷത്തോളമായി ഈ ഫോൺ കൈ കിട്ടിയിട്ട്. അപ്പം 5 വർഷത്തോളം ഈ ഫോൺ എൻ്റെ കൈ കിട്ടിയിട്ട്. അപ്പോൾ ഈ ഫോണിൻ്റെ പെർഫോമൻസ് കൂടിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ക്യൂരിയോസിറ്റി ഉള്ളവർക്ക് ഈ വീഡിയോ എന്തായാലും ഉറപ്പായിട്ട് കാണുക. ഇതിൻ്റെ സ്റ്റില്ല് പെർഫോമൻസ് വൈസിലാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് റണ്ണിങ് ആവുന്നുണ്ട്. പിന്നെ ഫേസ് ലോക്കിലൊരു വിഷയം ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇത്രയും വർഷമായി. അപ്പോൾ ഇത്രയും വർഷമായിട്ട് എൻ്റെ ഒരു ഇതൊക്കെ നഷ്ടപ്പെട്ടതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സ്റ്റില്ല് പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫിംഗർ അതിൻ്റെയാണ്, അതിൽ ഒരു കംപ്ലൈൻറ്റും ഇല്ല. പക്കയായിട്ട് വർക്ക് ആവുന്നുണ്ട്, സ്മൂത്ത് റണ്ണിങ് ആണ്. ഇപ്പോഴും പഴയ നടക്കത്തുള്ള ഒരു സോഫ്റ്റ് ആയിട്ട് എപ്പോഴും എനിക്ക് വർക്കിങ്ങിൽ എപ്പോഴും എനിക്ക് സ്റ്റില്ല് ഞാനിതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് ആയിരുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ. പിന്നെ ഇതിൻ്റെ ക്യാമറ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാമറ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സ്റ്റില്ല് ഇന്നത്തെ ലെവൽ ക്യാമറ ഫോണുകളുടെ ലെവൽ പെർഫോമൻസ് തരുന്നില്ലെങ്കിൽ കൂടി ആ സമയത്ത് ഇറങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പെർഫോമൻസും ഏറ്റവും നല്ല ഔട്ട്പുട്ട് തന്നുകൊണ്ടിരുന്ന ഒരു ക്യാമറയാണ് ഇതിൽ. പിന്നെ വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇതിൽ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിൽ ആ സമയത്ത് ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് പ്രീമിയം ഫോണുകളുടെ റേഞ്ചിലെങ്കിലും മിഡ് റേഞ്ച് ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. സ്നാപ്ഡ്രാഗൺ 855 തരുന്നത് അന്ന് വലിയ വിലയുള്ള സമയത്താണ്, വിലയാവും. നിങ്ങൾ നോക്കണം, 4K 60 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് എന്തുകൊണ്ട് എന്ത് പറയാനുള്ളത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പല ഫോണുകളിലും ഇല്ലാത്തൊരു ഫീച്ചർ തന്നെയാണ് ഈ ഫീച്ചർ. പിന്നെ പ്രീമിയം ഫോണുകളുടെ ഉള്ള മാത്രമേ അതിൻ്റെ ഫീച്ചറായിരുന്നു ഈ 4K 60 FPS എന്ന് പറഞ്ഞ സാധനം. ഇന്നത് സുലഭമായിട്ട് ഒട്ടുമിക്ക ഫോണുകൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൽ നമ്മൾ കാണുന്നത്, എൻ്റെ പട്ടിയാണ് റാംബോ എന്നാണ് പേര്. അവിടെ കടന്ന് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പിന്നെ ഫോട്ടോയുടെ കാര്യത്തിൽ നല്ല അത്യാവശ്യം നല്ല പെർഫോമൻസ് ഇപ്പോഴും സ്റ്റില്ലും തരുന്നുണ്ട്. എനിക്ക് അത്രയേ പറയാനുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ലെവൽ ഫോണുമായിട്ട് ഞാൻ ഒരിക്കലും ഈ ഫോണിനെ കമ്പയർ ചെയ്യില്ല. ഇന്ന് ഫോട്ടോയിലൊക്കെ ഒരുപാട് അഡ്വാൻസ് ലെവലായി, ഒരുപാട് ഫീച്ചേഴ്സ് വന്നു, ഒരുപാട് ക്ലാരിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്, പോർട്രേറ്റൊക്കെ ഭയങ്കരമായിട്ട് പക്കയായിട്ട് മാറിയിട്ടുണ്ട് ഇന്നത്തെ ലെവൽ. പഴയ പോർട്രേറ്റിനെ അപേക്ഷിച്ച് ഇന്നത്തെ എഡ്ജ് ഡിറ്റക്ഷനൊക്കെ പക്കയായിട്ട് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഫോണുകൾ. പക്ഷേ പഴയ സമയത്തുള്ളതിൽ എൻ്റെ ഫോൺ ഈ പോക്കോ F1 പക്കയാണ്. പിന്നെ ഉള്ളത് സ്ലോ മോഷൻ വീഡിയോയെക്കുറിച്ച് പറയുന്നത് 90 FPS. അത് ഒരു ഫോണുകളിലും കിട്ടാറില്ല. അതാണ് ഇന്ന് ഞാനിപ്പോൾ വാങ്ങിച്ച പോക്കോ F6 വേറെ കോമഡി ആയിപ്പോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ഒരു ഒരു പക്ഷേ എനിക്കത് കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നുന്ന ഒരൊറ്റ കാര്യം ഇതാണ്, 90 FPS എനിക്ക് ഇന്നത്തെ എൻ്റെ F6 കിട്ടുന്നില്ല. അതിൽ 240 വരെ ഉള്ളൂ. അത് 1080. അത് ഇതിൽ 90 FPS 1080p കിട്ടാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമുള്ള ഒരു കാര്യമാണ് ഈ ഒരു സംഭവം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നത്തെ ഫോൺ എടുത്തപ്പോഴും എനിക്ക് 90 FPS കിട്ടുമെന്നാണ് വിചാരിച്ചത്. അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിൽ പക്ക 90 FPS ഞാൻ ഏറ്റവും കിടിലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാംസങ്ങിൻ്റെ നോട്ട് 9 ആ സമയത്തിലൊക്കെ അതിലെ ഒരു പെർഫെക്ഷൻ, ഒരു സംഭവം ഒന്നും ഈ 90 FPS കിട്ടൂല. ചെറിയ വേരിയേഷൻസ് അതിൽ നിന്ന് തോന്നാം. 90 FPS എടുത്ത് ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാംസങ് ആയിരിക്കും, പക്കയായിരിക്കും. എന്നിരുന്നാലും തീരെ വൾഗർ അല്ലാത്ത രീതിയിൽ
ഒരു നല്ല രീതിയിലുള്ള 90 FPS റെക്കോർഡിങ് തരുന്നതാണ്. 10 സെക്കൻഡുള്ള നല്ലൊരു വീഡിയോ കിട്ടും. ഇതിൽ ഞാൻ ഇഷ്ടംപോലെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പഴയ വീഡിയോസിലൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഇത് തോന്നത്തില്ല. ഒരു എന്ത് തോന്നാൻ ഒരു വൃത്തികെട്ട രീതി തോന്നത്തില്ല. കാര്യം ഒരു സ്റ്റക്ക് പോർഷനൊന്നും അല്ല. അത്യാവശ്യം നല്ല രീതിയിൽ 90 FPS വർക്കാവുന്ന രീതിയിൽ തന്നെ അതുപോലത്തെ ഒരു പെർഫോമൻസ് തരുന്നൊരു സാധനം തന്നെയാണ്. പിന്നെ ആ ഒരു ലെവൽ കിട്ടില്ലെങ്കിൽ കൂടി ഞാനിത് പറയുകയാണ്, ഈ പെർഫോമൻസ് വൈസിൽ ഈ ഫോൺ ഇത് ലാഗാണ്. പിന്നെ ബാറ്ററി എനിക്ക് ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് കാര്യം ഇതിൽ ഗെയിമിങ് ഞാൻ അതിൽ കളിച്ചുകൊണ്ടിരുന്ന ഗെയിമുകളെന്ന് പറഞ്ഞാൽ അസ്ഫോൾട്ട് 9, അസ്ഫോൾട്ട് 8, കോൾ ഓഫ് ഡ്യൂട്ടി, പബ്ജി. BGMI ആയതിനു ശേഷം ഞാൻ കളിച്ചിട്ടില്ല. പബ്ജിയൊക്കെയാണ് ആദ്യം ഞാൻ കളിച്ചിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗെയിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ്. ഞാൻ സ്റ്റിൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് കളിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഫോണിലും കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഞാൻ കളിക്കുന്നത്. F6 സ്റ്റിൽ എൻ്റെ കോൾ ഓഫ് ഡ്യൂട്ടി ഉണ്ട്. പിന്നെ ഞാൻ ലൈവ് സ്ട്രീം ഒന്നും ഇടാറില്ല. കാര്യം എന്താ വെച്ചാൽ ലൈവ് സ്ട്രീമിൻ്റെ ആരും അങ്ങനെ വലിയ പെർഫോമൻസ് അല്ല, എൻ്റെ അത്ര വലിയ ടോപ്പ് ലെവൽ കളിയൊന്നുമില്ല. അതുകൊണ്ട് ആരും കാണാറില്ല. സോ ഞാനത് രാത്രി ഉപേക്ഷിച്ച് എൻ്റെ മുളയിലെ തുള്ളിക്കളഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും ആ ഒരു ഇനി ഞാൻ സ്ട്രീമിലോട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ഈ ചാനലിൽ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. സോ എൻ്റെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഡബ്ബിങ് വീഡിയോസാണ് ഞാൻ പൊതുവെ ഇടാറ് എൻ്റെ വീഡിയോസിൽ. ചാനലിൽ എനിക്കത് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. എൻ്റെ ഈ ഫോൺ സ്റ്റിൽ ആരൊക്കെ കയ്യിലുണ്ടെങ്കിൽ അവരെ കമൻറ്റ് ഇടുക. ഈ ഫോൺ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഫോണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക. ഉറപ്പായിട്ട് ഈ ചാനലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കമൻറ്റ് രൂപത്തിൽ ഇടുക. ഞാൻ എടുത്തത് ആർമോർഡ് എഡീഷനാണ്. പിന്നെ 8256 അത് ഞാൻ അവസാനം പറയാൻ കാര്യം, ഇടയിൽ പറയാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയാം. സ്റ്റോറേജ് വൈസിൽ അതിവിടെ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നില്ല. കാര്യം ഈ ഫോൺ ഏകദേശം 5 വർഷം ആയിട്ടുണ്ട് എൻ്റെ കയ്യിൽ. സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോണുകളുടെ കൂട്ടത്തിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ്